Morning. Good morning, sir. ഇന്നലത്തെ ക്യൂസ് അറ്റംപ്റ്റ് ചെയ്തായിരുന്നു മര്യാദയ്ക്ക്? ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയോ? നോ കമന്റ്സ്. ആർക്കൊന്നും പറയാനില്ലേ? ക്വസ്റ്റ്യൻ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ അതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്? ഇമ്പാക്ട് ഓഫ് ജെറ്റ് നമ്മൾ ചെയ്ത ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ് ആയിരുന്നു അത്. ഓൾമോസ്റ്റ് സെയിം ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു എല്ലാവർക്കും കൊടുത്തത്. ആകെ ഡിഫറെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന അതിൻ്റെ അകത്ത് ഡാറ്റ ഡിഫറെൻ്റ് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഒരേ ക്വസ്റ്റ്യൻ തന്നെ ഡിഫറെൻ്റ് ഡാറ്റ. അതൊരു 10-11 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. സോ ദാറ്റ് വെറുതെ എഫേർട്ട് എടുക്കുന്നവരെടുക്കട്ടെ എന്നുള്ളത്. അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ സാധാരണ ഒരു ക്വസ്റ്റ്യൻ തന്നെ തന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് വാല്യൂ ചെയ്യാൻ ബുദ്ധിമുട്ട് എനിക്ക് ബുദ്ധിമുട്ടല്ല, വളരെ ഈസി ആയിരിക്കും വാല്യൂ ചെയ്യാനായിട്ട്. മൾട്ടിപ്പിൾ ചോയ്സ് അല്ലേ. അത് കുറച്ചധികം പേരെങ്കിലും വർക്ക് ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് ആ രീതിയിൽ സെറ്റ് ചെയ്തതാണ്. അത് ചോദിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു, ചെയ്തോ? ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്ത് നമുക്ക് ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഞാനീ പറയുന്ന കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ക്ലിയർ ആണോ? എൻ്റെ വോയിസ് ക്ലിയർ ആണോ? Clear ആണ് sir. Okay. So if you don't have any comments on that, so better we move on to the topic of our discussion. എന്തായാലും ഞാൻ ആ ക്വസ്റ്റ്യൻ നിങ്ങളുടെ അസൈൻമെന്റ് വാല്യൂ ചെയ്തില്ല. ജസ്റ്റ് ഐ ഹാഡ് എ ക്വിക്ക് glance on the answers what you have, many of you have posted. അത് നല്ല രീതിയിൽ ചെയ്തവരുണ്ട്. Some of you have attempted it well, but some others also faced some difficulty. അതാണ് ചോദിച്ചത്. നിങ്ങൾ കമന്റ് ഒന്നും പറയുന്നില്ല. ഓക്കെ, വിൽ ലീവ് ഇറ്റ് ഫോർ ദ ടൈം ബീയിങ്. എനിവേ അത് ഞാൻ അതിന്റെ 20-ലാണ് നിങ്ങൾക്ക് അറിയാം. 20 ഔട്ട് ഓഫ് 20 ആണെന്ന് ചോദിച്ചത്. നമ്മുടെ അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് ആവറേജ് ആ എടുക്കുകയുള്ളൂ. 3 അസൈൻമെന്റ്സ്. അതുപോലെ വേറെ അസൈൻമെന്റ്സ് മേ ബി ക്വിസ് തന്നെ ആവണമെന്നില്ല, അടുത്തത് ക്വിസ് ഫോം തന്നെ ആവണമെന്നില്ല. അപ്പൊ ഇതില് പെർഫോമൻസ് മോശമുള്ളവർ വേറെ ഇമ്പ്രൂവ് ചെയ്യുക. മാത്രമല്ല ഇത് വാല്യൂ ചെയ്യുമ്പോൾ ഗ്രേഡ് ഓൺലി, ഇത് അതേ മാർക്ക് അതുപോലെ എടുക്കത്തില്ല, ഗ്രേഡ് ആയിരിക്കും. അപ്പൊ ഗ്രേഡ് ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അതിന്റെ ക്രെഡിറ്റ് കിട്ടും. റേഞ്ച് ഓഫ് വാല്യൂസ് വെച്ചിട്ട് ഗ്രേഡ് ചെയ്തിട്ട് ആയിരിക്കും അതിന്റെ ഓരോ അറ്റംപ്റ്റിനെ വാല്യൂ ചെയ്യാം. ദാറ്റ് വിൽ give you better marks. Okay, so let us continue with the discussion on the Pelton turbine. So what we have finally ended in the previous class was the discussion on the radial flow machines, where we have seen different components of the Francis turbine, അതിന്റെ ഫങ്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. ലാസ്റ്റിൽ എന്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? ലാസ്റ്റ് എൻഡ് ചെയ്ത സ്ലൈഡിൽ എന്തായിരുന്നു പറഞ്ഞത്? ഏറ്റവും അവസാനത്തെ ഡിസ്കഷൻ പോയിന്റ് എന്തായിരുന്നു?
ഞാൻ ചോദിക്കുന്ന എയ്ക്കും ബിക്കും രണ്ട് രീതിയിലാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക്. നേരത്തെ കമ്പൈൻഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു, ഇപ്പോൾ ഒരു രണ്ട് ക്ലാസ് ആയപ്പോൾ എയ്ക്കും ബിക്കും രണ്ട് ഡിഫറെന്റ് ലെവലിലാണ് നിൽക്കുന്നത് ഡിസ്കഷനിൽ. അപ്പോൾ നിങ്ങളുടെ എൻഡ് ചെയ്ത് എവിടെ വെച്ചാണ്? അവസാനത്തെ ഡിസ്കഷൻ പോയിന്റ് എന്തായിരുന്നു? കമ്പോണൻസ് ഏറ്റവും അവസാനം അതാ പറഞ്ഞത് എന്നുണ്ടല്ലേ. കമ്പോണൻസ് അതിന്റെ ഇക്വേഷൻസും കാര്യങ്ങളിലോട്ട് പോയില്ലല്ലോ. ഇല്ല. Okay. So now let us see the equations, velocity diagram. Then we will formulate the equations for degree of reaction, which I already explained in the previous class. And towards the end, if the time permit, we will see the design proportions. Some equations which are, or some ratios which are some assumed while designing the Pelton turbine, Francis turbine runner, similar to what we have seen in the case of Pelton turbine. So the velocity diagram already we have seen it several times in our previous classes. Our third vein analysis നമ്മൾ impact of jet കുറേ അധികം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. So those velocity diagrams I have repeated here. നിങ്ങൾക്കത് വരച്ചെടുക്കാം. So here the veins are radial vein അല്ലേ. Radial flow machine ആകുമ്പോൾ Francis turbine ആകുമ്പോൾ it is an inward flow radial machine ആണ്, radial turbine ആണ്. So you have the inlet and exit of the turbine blade at different radial distances. അതാണ് R1 R2 ആയിട്ട് അവിടെ കാണിച്ചിരിക്കുന്നത്. R1 R2 എന്ന് പറയുമ്പോൾ R1 എന്ന് പറയുന്നത് ഇൻലെറ്റ് 1 and 2 denote the inlet exit of the turbine blade. അതില് 1 എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്? ഇൻവേർട്ട് ഫ്ലോ ആണ്. Francis turbine ഇൻവേർട്ട് ഫ്ലോ ആണെന്ന് പറയുന്നത്. ഇൻവേർട്ട് ഫ്ലോ മിക്സഡ് ഫ്ലോ ആണ്, ബട്ട് ഇൻവേർട്ട് when it along the turbine blade it is in the radial direction. അപ്പോൾ ഇൻലെറ്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഔട്ടർ ഡയമീറ്ററിലാണ്. So that is the point B. You can see the point B. ഒരു വെയിനിന്റെ കേസ് മാത്രം എടുത്തിട്ടാണ് വരച്ചേക്കുന്നത് അവിടെ. So the point B denote the inlet tip of the vein. So that is our inlet point. Then B dash mark ചെയ്തിട്ടുണ്ട്. That is the outlet tip of the blade. So accordingly we have this velocity triangles, inlet exit velocity triangles. നിങ്ങൾ നേരത്തെ വരച്ച ഡയഗ്രാംസിൽ ഒരു വ്യത്യാസമില്ല, അത് തന്നെ. ഇത് റേഡിയൽ ഫ്ലോ മെഷീന്റെ കേസാണെന്നുള്ള മാത്രമേ ഉള്ളൂ. So V1 V2 എന്ന് പറയുന്നത് absolute velocity at inlet and exit. അതിന്റെ കമ്പോണൻസ് XY, അതിന്റെ കമ്പോണൻസ് ടാൻജൻഷ്യൽ ആൻഡ് റേഡിയൽ ഡയറക്ഷനിലെ കമ്പോണൻസ് ആണ് VW1 and VF1. VW1 എന്ന് പറയുന്നത് വേൾഡ് വെലോസിറ്റി കമ്പോണന്റ്, VF1 എന്ന് പറയുന്നത് ഫ്ലോ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ. ആൻഡ് എക്സിറ്റിലെ സിമിലർ ടേംസ് വരുന്ന VW2 ആൻഡ് VF2. അതായത് അബ്സല്യൂട്ട് വെലോസിറ്റിയുടെ രണ്ട് കമ്പോണൻസ്, ഒന്ന് റേഡിയൽ ഡയറക്ഷനിൽ, മറ്റത് ടാൻജൻഷ്യൽ ഡയറക്ഷനിൽ. Then VR1 VR2 റിലേറ്റീവ് വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് ആൻഡ് എക്സിറ്റ്, അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. U1 U2 മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ. U1 U2 എന്ന് പറയുന്നത് പെരിഫറൽ സ്പീഡ്, വെയിന്റെ സ്പീഡ് ഇൻലെറ്റ് ആൻഡ് എക്സിറ്റ്. U1 U2 ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞതാണ്. πdn/60. RPM അറിയാം, സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ വീൽ അറിയാം, ഡയമീറ്റർ അറിയാം, വീലിന്റെ ഇന്നർ എക്സിറ്റ് ഡയമീറ്റേഴ്സ് അറിയാമെന്നുണ്ടെങ്കിൽ you can calculate the peripheral speed U1 U2. Pelton turbine എടുത്തപ്പോൾ ഇത് രണ്ടും സെയിം ആയിരുന്നു, because both are at the same radial distance. U1 U2 സെയിം ആയിരുന്നു, but here 1 and 2 are at different radial distances. So the inlet peripheral speed is U1, exit peripheral speed is U2. U1 is greater than U2, inward flow ആയതുകൊണ്ട്. Then alpha, theta angles, vane angles and guide vane angle and blade angle at the inlet. Similar terms in the exit triangle is beta and phi. ഇത്രയും കാര്യങ്ങൾ ആ ഡയഗ്രത്തിലുണ്ട്. ആ ഡയഗ്രാം വരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇക്വേഷൻസ് പറയാം. വരച്ചോ? കംപ്ലീറ്റ് ദ ഡയഗ്രാം.
ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആ വെലോസിറ്റി ട്രയാങ്കിൾസ് ആണ്. അത് മാത്രം വരച്ചെടുത്താലും മതി. ബാക്കിയുള്ളത് ഇവിടെ ഒരു റേഡിയൽ വെയിൻ ആയിട്ട് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. വാട്ട് ഈസ് മോർ ഇമ്പോർട്ടന്റ് ഈസ് ദാറ്റ് ട്രയാങ്കിൾസ്. അതിൽ നിന്നാണ് നമ്മൾ ഇക്വേഷൻസും അല്ലെങ്കിൽ ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ട്രയാങ്കിൾസ് ആണ്. അത് വരച്ചെടുക്കുക. Okay, I hope you have drawn the velocity diagrams. So from the velocity diagram, you can write the equations for the force as well as the work done. അതെല്ലാം നേരത്തെ ഓൾറെഡി ആ എക്സസൈസ് ഒക്കെ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇമ്പാക്ട് ഓഫ് ജെറ്റിന്റെ കേസിൽ. സോ ഐ ആം നോട്ട് റിപ്പീറ്റിംഗ് ദോസ് derivation steps here. You can refer your old class notes, previous notes and refer here. Finally, what we have obtained here is the equation for the work done. ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള അതേ ഇക്വേഷൻ ആണ്. എന്താണ്? റോ ക്യൂ. സോ ദിസ് ഇക്വേഷൻ ഈസ് റോ ക്യൂ, വർക്ക് ഡൺ പെർ സെക്കൻഡ്. Work done per second of power is this rho q. Rho q തന്നെ, rho q എന്ന് പറയുന്നത് എന്താണ്? Rho q is actually rho into area into v1 into vw1 u1 plus or minus vw2 into u2. A into v1 ആണ് q, ഡിസ്ചാർജ്. ടർബൈൻ്റെ ഡിസ്ചാർജ് ആണ് q എന്നുള്ള നൊട്ടേഷൻ അവിടെ കൊടുത്തേക്കുന്നത്. And all those terms are familiar to vw1, vw2, u1, u2, how you can calculate. We have seen it earlier. Then from the work done per second of the power, you can calculate the work done per unit weight. If you are considering unit weight of the fluid, unit weight മാത്രം എടുക്കുകയാണെങ്കിൽ you divide by total weight. Total weight എന്ന് പറയുന്നത് എന്തായിരിക്കും? Total weight is mass into g. So mass എന്ന് പറയുന്നത് വോളിയം ഫ്ലോ റേറ്റ് ഉണ്ട്, q multiplied by density into g, or specific weight into g. So you can cancel out some terms, so that this is the work done per second. So this equation is work done per second. Work done per second per unit weight. So that is work done per second per weight. Okay. So that expression you can note down from. Then one particular case what we have discussed earlier is the case of beta. അവിടെ ബീറ്റ, നമ്മൾ ഈ ബീറ്റ വാല്യൂ, ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഈ ഡയഗ്രത്തില് എക്സിറ്റിലെ അബ്സല്യൂട്ട് വെലോസിറ്റി വെക്ടറിന്റെ ആംഗിൾ, ബ്ലേഡ് ആംഗിൾ, അതിന്റെ v2 വെക്ടർ ടാൻജൻഷ്യൽ ഡയറക്ഷനിലോട്ട് ഇൻക്ലിനേഷൻ ആണ് ബീറ്റ. ആ ബീറ്റ വാല്യൂസ് നമ്മൾ പറഞ്ഞ 3 കേസസ് നമ്മൾ നോർമലി വരും. ബീറ്റ ലെസ് ദാൻ 90 acute, then beta greater than 90 obtuse angle varam, beta equal to 90. So these 3 cases we have discussed when we discussed the topic of impact of jet. So one particular case I have taken here is the radial discharge, and the beta equal to 90 case varumbod. That means beta 90 എന്ന് പറയുന്നത് v2 എന്ന് പറയുന്നത് radial directionലാണ്. അത് v2 will be having only ഫ്ലോ കമ്പോണന്റ്. ഇവിടെ നോക്കുക, ഈ റേഡിയൽ ഡയറക്ഷൻ ആണ്. ഇവിടെ വി എഫ് എന്ന് പറയുന്നത് റേഡിയൽ ഡയറക്ഷൻ ആണ്. ഇവിടെ ഈ 2 ഡയറക്ഷൻസ് ആയിട്ട് നമ്മൾ റേഡിയൽ ഫ്ലോ മെഷീന്റെ കേസിൽ നമ്മൾ നോർമലി അല്ലാത്ത കേസ് നമ്മൾ എക്സ് വൈ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഡിസോൾവ് ചെയ്യുന്ന പോലെ ഇവിടെ നമ്മൾ വെലോസിറ്റീസ് ഡിസോൾവ് ചെയ്യുമ്പോൾ പറയുന്ന 2 ഡയറക്ഷൻസ്, ഒന്ന് റേഡിയൽ ഡയറക്ഷനും മറ്റത് ടാൻജന്റ്, ഇതിന്റെ വീലിന് ടാൻജന്റ് ആയിട്ടാണ്. ടാൻജൻഷ്യൽ വീലിന് ടാൻജന്റ് ആയിട്ടുള്ള ഡയറക്ഷനിലുള്ള കമ്പോണന്റ് ആണ് വി ഡബ്ല്യു, വോൾട്ട് കമ്പോണന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ റേഡിയൽ ഡയറക്ഷൻ ആണ് ഇതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറയുന്നത്. ഈ വി എഫ് എന്ന് പറയുന്നത് ഫ്ലോ വെലോസിറ്റി എന്ന് പറയുന്നത് റേഡിയൽ ഡയറക്ഷനിലാണ്. സോ വെൻ വി കൺസിഡർ ദ കേസ് ഓഫ് ബീറ്റ ഈക്വൽ ടു 90, വിൽ ബി ഹാവിംഗ് ഓൺലി റേഡിയൽ വെലോസിറ്റി കമ്പോണന്റ്. vf2 മാത്രമുള്ള എക്സിറ്റ് വരും. vw2 will be 0 there. So v2, when beta equal to 90, this v2 is equal to vf2. So that is exit velocity triangle, you have a right angle triangle.
അപ്പോൾ ഇത് ബീറ്റ ഈക്വൽ ടു 90 വരുന്ന കേസിൽ ഈ വെലോസിറ്റി ഡയഗ്രാംസ് വെച്ചിട്ടായിരിക്കും നമ്മൾ. അപ്പോൾ അത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ക്വസ്റ്റ്യൻ ദേ വിൽ ബി സ്പെസിഫൈഡ് ആസ് ദി റേഡിയൽ ഡിസ്ചാർജ് അറ്റ് ദി എക്സിറ്റ് ഈസ് റേഡിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് ബീറ്റ ഈക്വൽ ടു 90. So that assumption you should remember when you solve the problems. Now let us see an alternative expression for Euler equation. Euler equation ഒരു ഫോമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഏതാണ്? VW ആ വേൾഡ് വെലോസിറ്റി കമ്പോണൻസ് വെച്ചിട്ട് ഈ ഇക്വേഷൻ. സോ ദിസ് ഈസ് യുവർ Euler equation. ഇത് ഈ ഇക്വേഷൻ നമ്മൾ Euler equation എന്ന് പറയുന്നത് ഈ എഴുതിയിരിക്കുന്നതിന് അല്ല ഇതിന്. So this is your Euler equation. ഇതും Euler equation ഇത് പെർ ഹെഡിലെ ഫോമുകളുള്ള രണ്ട് ഡിഫറെന്റ് ഫോമുകളുള്ള ഇക്വേഷൻ. So these are your Euler equations. So ഇത് in terms of head യൂണിറ്റ് വെയിറ്റിന്റെ ടൈമിലും ഇത് ജനറൽ എക്സ്പ്രഷൻ ആയിട്ട് പറയുന്നത്. Now we will rewrite this Euler equation in another form. അപ്പോൾ അതിന് വേണ്ടിയിട്ട് let us now consider this equation, this form of Euler equation 1/g. അപ്പോൾ അതിൽ for the time being let us assume that only ഒരു കേസ് ഞാൻ എടുക്കുകയാണ്. ഒരു കേസിന്റെ അക്യൂട്ട് വരുന്ന ഒരു കേസ് എടുത്തേക്കാണ്. 1/g VW1 U1 plus VW2 U2. Now let us substitute for these terms. ഈ VW1 U1 ഒക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഈ ടേംസിന്റെ ഈ ഇതിന്റെ അകത്തുള്ള ഈ രണ്ട് ടേംസിന് സബ്സ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് കൊടുക്കാം ഫ്രം ദി യൂസിങ് ദി ഇൻലെറ്റ് വെലോസിറ്റി ഡയഗ്രാം. ഇവിടെ നോക്കുക, VW1 എന്ന് പറയുന്നത് എന്താണ്? ഈ ഡയഗ്രത്തില് VW1 എന്ന് പറയുന്നത് എന്തായിരിക്കും? VW1 എന്ന് പറയുന്നത് it will be V1. See what I have written here. ഇത് രണ്ടിന്റെ സം ആയിരിക്കും. ഈ VW എന്ന് പറയുന്നത് ഈ U1 പ്ലസ് ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ AD ആണ് VW1 ഉള്ളത്. AD will be equal to AC plus CD. അതില് AD എന്ന് പറയുന്നത് AC എന്ന് പറയുന്നത് U1 ആണ്. CD എന്ന് പറയുന്നത് ഇതിന്റെ കമ്പോണന്റ് ആയിട്ട് എടുക്കാം. ഈ VR1 എന്നുള്ള വെലോസിറ്റി റിസോൾവ് ചെയ്താൽ VR1 cos θ ആയിരിക്കും CD. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. So what I have written here is VW1 equal to U1 plus VR1x. VR1x എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ ഡയറക്ഷൻ. അതാണ് VR1x ആണ് VR1 cos θ എന്ന് എഴുതിയിരിക്കുന്നത്. So that VR1 cos θ. Again, one more thing you can note from the diagram is ഈ ചെറിയ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഈ ട്രയാങ്കിൾ നമുക്ക് എങ്ങനെ എഴുതാം? CB square equal to BD square plus CD square. ഇത് ഈ CB എന്താണ്? VR1 square ആണ്. CB എന്ന് പറയുന്നത് VR1 square ആണ്. So this is VR1 square will be equal to BD എന്ന് പറയുന്നത് VF1 square plus the second term is your VR1 cos θ. അതാണ് ആ ടേം വരുന്നത്. CD square. Let us say CD square എനിക്ക് വേണ്ടത്. So that CD square will be equal to VR1 square minus VF1 square, or CD equal to square root VR1 square minus VF1 square. അതാണ് ഇവിടെ രണ്ടാമത്തെ എക്സ്പ്രഷൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ CD ആണ് VR1 cos θ. This is your CD. The CD is root of VR1 square minus VF1 square. So now you have VW1 as equal to U1 plus CD. ഇതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Or you can ഈ VF1 നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇവിടെ VF1 നോക്കുക, ഇവിടെ ലാർജർ വെലോസിറ്റി ട്രയാങ്കിൾ നോക്കിയേ. ഈ ലാർജർ വെലോസിറ്റി ട്രയാങ്കിൾ ABD എടുത്തു കഴിഞ്ഞാൽ, if you take the triangle ABD എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് AB square will be equal to what? AD square plus BD square. അപ്പോൾ ഇത് V1 square will be equal to VW1 square plus VF1 square. So അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. രണ്ടാമത്തെ VF1 square is ഇവിടെ ചെയ്തേക്കുന്നത് ഈ VF1 സ്ക്വയറിനെ റീപ്ലേസ് ചെയ്തേക്കാണ്. ഈ VF1 സ്ക്വയർ ഈസ്
you can write as this Vf1 square will be equal to V1 square minus Vw1 square. So that replacement is done here. So finally what you have is Vw1 U1 equal to root of VR1 square. V1 Vf1 now what you can do is you can square both sides. Two sides square here, root boy Vw1 minus U1 whole square equal to VR1 square minus this. Now you expand, left hand side expand here. Expand A minus B whole square expand you will get like this. Vw1 square plus U1 square minus 2 Vw1 U1 equal to this one. നമുക്ക് വേണ്ടത് ഇവിടെ നോക്കുക ഓയിലർ ഇക്വേഷനിൽ വരുന്നത് ഇതാണ് ഈ ടേം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം Vw1 U1 ആണ് വേണ്ടത് അത് ഇവിടെ ഉണ്ട് so that you can separate from that equation. So that is simplified and finally what you get is simplified കഴിയുമ്പോൾ can see here you get like this Vw1 U1 equal to half of U1 square minus VR1 square plus V1 square. Equations simplified okay. So that is what you get from the inlet velocity triangle. ഇതുപോലെ തന്നെ exit velocity triangle ചെയ്യാം. Exit velocity triangle നോക്കുക. Exit velocity ആദ്യത്തെ എടുക്കണം. ഇതല്ല നമ്മൾ ബീറ്റ 90 കേസ് അല്ല ഈ കേസില്ല ഇക്വേഷൻ നമ്മൾ ഇത് ഇവിടെ എടുക്കുക. ഇത് ഈ exit velocity triangle ഇതേ പ്രോസസ് തന്നെ ചെയ്യുക. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അടുത്ത പാർട്ട് ചെയ്തേക്ക് നോക്കുക. Exit velocity triangle similarly I have Vw2 equal to അവിടെ എഴുതിയിട്ട് finally I am not repeating here. You can refer it and do it. So what you have finally got is this one. അതുപോലെ ഒരു എക്സ്പ്രഷൻ നമുക്ക് എക്സിറ്റിലെ വെലോസിറ്റി ട്രയാങ്കിളിൽ നിന്നും കിട്ടും. നോക്കുക Vw2 നേരത്തെ നിങ്ങൾ Vw1 U1 ഇവിടെ ഡെറൈവ് ചെയ്ത പോലെ Vw2 U2 വേറൊരു ഇക്വേഷൻ സിമിലർ ആയിട്ട് ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. സെയിം പ്രൊസീജിയർ നമ്മൾ ആ എക്സിറ്റ് വെലോസിറ്റി ട്രയാങ്കിളിൽ നമുക്ക് എഴുതാം. Now you combine or you substitute these equations for Vw1 U1 and Vw2 U2 in the Euler equation. ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ Euler equation. So for these two I have substituted this. ഇതാണ് substitute ചെയ്തു and finally you can see that you get another, after simplifying it you get Vw1 U1 plus Vw2 U2. See what you get is this is your another expression for Euler equation. ഈ രണ്ട് ഫോമും ഓർത്ത് വെക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതില് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇക്വേഷൻ പകരം സെക്കൻഡ് ഇക്വേഷൻ എടുത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ചിലപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ അനുസരിച്ച് എളുപ്പമായിട്ട് തോന്നുന്നത്. So this Euler head is also equal to with the substitutions Vw1 ഈ രണ്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ടേംസിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ I can write this as V1 square minus V2 square by 2g plus U1 square minus U2 square by 2g. ഇവിടെ മാറിഞ്ഞു വരും VR2 square കാരണം ഇവിടെ പോസിറ്റീവ് VR2 ആണ് റിട്ടേൺ ആയിട്ട് വരുന്നത്. VR2 square minus VR1 square by 2g. ഈ മൂന്ന് ടേംസ് വരും ഇതിന്റെ അകത്ത്. ഇനി ഇതിലെ ഓരോ ടേംസും നമുക്ക് എടുക്കാം. ഇതിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് കൈനറ്റിക് എനർജി, അതായത് ഫ്ലൂയിഡിന്റെ അബ്സല്യൂട്ട് കൈനറ്റിക് എനർജി ചേഞ്ച് ആണ്. V1 square minus V1 square minus V2 square by 2g എന്ന് പറയുന്നത് that is the change in absolute kinetic energy of the fluid and this change is caused by what? നമ്മൾ നേരത്തെ പറഞ്ഞു ടർബൈന്റെ റണ്ണറിലെ both impulse action as well as reaction action is there. So this part is contributed by the impulse effect. Absolute kinetic energy change വരുന്ന കേസ് എന്നുണ്ടെങ്കിൽ this is because of the impulse effect. This is due to impulse effect ആണത്. So this term, this head is called dynamic head. So അതിലെ ആദ്യത്തെ ആ ടേമിനെ നമ്മൾ വിളിക്കുന്നത് we will call it as dynamic head. Dynamic head എന്ന് പറയുന്നത് V1 square minus V2 square by 2g. So that is the dynamic head. Now take the second term. Second term എന്താണ്? Second term എന്ന് പറയുന്നത് U1 square minus U2 square by 2g. U1 square minus U2 square by 2g. ഇതെന്താ U1 square minus U2 square by 2g എന്ന് പറയുന്നത്? U1 U2 ആക്ച്വലി എന്താണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതനുസരിച്ചിട്ട് U1 is pi dn by pi d1 and
by 60, u2 എന്ന് പറയുന്നത് pi d2 n by 60. So these u1, u2 are peripheral speeds and that depends on the diameter values. അല്ലേ? അതായത് സെൻട്രിൽ നിന്ന് എത്ര റേഡിയൽ ഡിസ്റ്റൻസിലാണ് ആ ഫ്ലൂയിഡ് റൊട്ടേറ്റ് ചെയ്യുന്നത്. So that actually is the change in centrifugal head. So this is the centrifugal head. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ നേരത്തെ റേഡിയൽ ഫ്ലോ മെഷീൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഇൻവേർഡ് ഔട്ട്വേർഡ് ഫ്ലോ മെഷീൻസിന്റെ ഒരു കമ്പാരിസൺ ആയിട്ട് പറഞ്ഞൊരു പോയിന്റ് സെൻട്രിഫ്യൂഗൽ ഹെഡിലുള്ള ഡിഫറൻസ് ആണ്. അതായത് പോസിറ്റീവ് സെൻട്രിഫ്യൂഗൽ ഹെഡ് ആണ് ഇൻവേർഡ് ഫ്ലോയിൽ, നെഗറ്റീവ് സെൻട്രിഫ്യൂഗൽ എഫക്റ്റ് ആണ് ഇൻവേർഡ് ഫ്ലോയിൽ, പോസിറ്റീവ് സെൻട്രിഫ്യൂഗൽ എഫക്റ്റ് ആണ് ഔട്ട്വേർഡ് ഫ്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അത് വരുന്ന ഇതാണ് u1 square minus u2 square by 2g. So this is the centrifugal head. Centrifugal head. അപ്പോൾ ഇൻവേർഡ് ഫ്ലോ ആണെങ്കിൽ u1 greater than u2 ആണ്, ഔട്ട്വേർഡ് ഫ്ലോ ആണെങ്കിൽ u1 is less than u2. അപ്പോൾ ആ ഡിഫറൻസ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ അന്നേരം ഡിസ്കസ് ചെയ്തു. അപ്പോൾ സെക്കൻഡ് ടേം is the centrifugal head. And third term ഇവിടെ നോക്കുക VR2 square minus VR1 square by 2g. ഇവിടെ VR2 VR1 എന്ന് പറയുന്നത് എന്താണ്? VR2 VR1 എന്ന് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റി ഇൻലെറ്റ് എക്സിറ്റിലെ, അതായത് ടർബൈന്റെ റണ്ണറിലെ റിലേറ്റീവ് വെലോസിറ്റി വാല്യൂസ് ആണ് എക്സിറ്റിലെ ഇൻലെറ്റിലെ. പിന്നെ ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, VR2 എന്ന് പറയുന്നത് എന്താണ്? VR2 is the relative velocity at exit and relative velocity at inlet is VR1, and here VR2 is greater than VR1. ബാക്കി എല്ലാം തിരിഞ്ഞ അല്ലെ, u1 v1 മൈനസ് v2 അബ്സല്യൂട്ട് വെലോസിറ്റി കുറേ ചെയ്യുന്നത്. ഒരു ടർബൈന്റെ റണ്ണറിലെ ഫ്ലോ ചെയ്യുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് v1 ഈസ് ഫ്രാൻസിസ് ടർബൈന്റെ കേസിലായാലും v1 ഈസ് ഗ്രേറ്റർ ദാൻ v2. കാരണം എന്താ? എനർജി, കൈനറ്റിക് എനർജി ആണ് മെക്കാനിക്കൽ പവർ ആയിട്ട് മാറുന്നത്. അപ്പൊ അബ്സല്യൂട്ട് കൈനറ്റിക് എനർജി എപ്പോഴും കുറയും, കൈനറ്റിക് എനർജി കുറയും. സിമിലർലി u1 ഗ്രേറ്റർ ദാൻ u2 നമുക്കറിയാം. കാരണം എന്താ? ഇൻവേർട്ട് ഫ്ലോ മെഷീൻ ആണ് ഫ്രാൻസിസ് ടർബൈൻ, u1 ഗ്രേറ്റർ ദാൻ u2 ആണ്. കാരണം ഡയമീറ്റർ ഔട്ടർ ഡയമീറ്ററിലാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ u1 വിൽ ബി ഗ്രേറ്റർ ദാൻ u2. ബട്ട് VR1 വരുമ്പോൾ VR2 ആണ് ഗ്രേറ്റർ വരുന്നത്. ഇസ് നോട്ട് VR1 ഗ്രേറ്റർ ദാൻ. അതെന്താണ്? റീസൺ എന്താണ്? ഓർ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഈ മൂന്ന് കാര്യങ്ങൾ. ഇപ്പൊ ഇത് v1 ഗ്രേറ്റർ ദാൻ v2, u1 ഗ്രേറ്റർ ദാൻ u2, ബട്ട് VR2 ഗ്രേറ്റർ ദാൻ VR1. ദിസ് ഇസ് ഫോർ ഫ്രാൻസിസ് ടർബൈൻ. എന്തുകൊണ്ടാണ് VR2 ഗ്രേറ്റർ ദാൻ vn? അല്ലെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? Relative velocity at exit is greater than relative velocity at inlet. Why? Or what is the reason? Any idea? Any comments? Already I explained that when the fluid is flowing through the runner, the static pressure decreases. അല്ലെ, റണ്ണറിന്റെ ഇൻലെറ്റിലും എക്സിറ്റിലും പ്രഷർ വേരിയേഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതായത് റിയാക്ഷൻ പ്രഷർ എന്നുള്ളൊരു ടേം പറഞ്ഞു. ഈ റിയാക്ഷൻ പ്രഷർ എന്താ ആക്ച്വലി വരുന്നത്? പ്രഷർ അവിടെ അത് ഫ്ലൂയിഡ് പ്രഷർ കുറയുന്നു when it flows over the turbine plate. That means corresponding to this pressure decrease, the velocity has to അത് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റി ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ബിക്കോസ് corresponding to the static pressure decrease in the runner, relative velocity increases. So this third term is called the accelerating head. So this is the fluid is accelerated. The fluid gets accelerated. So this third term is called accelerating head. The fluid static pressure decrease ചെയ്യുന്നു, then it flows through the runner blades, and corresponding to this static pressure decrease, relative velocity of the fluid increases. Velocity increase ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് ആക്സിലറേറ്റ്, ഫ്ലൂയിഡ് ആക്സിലറേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലൂയിഡിന്റെ പ്രഷർ എനർജിയുടെ ഒരു പാർട്ട് കൈനറ്റിക് എനർജി കൺവേർഷൻ നടക്കുന്നത് എവിടെയാണ്? റണ്ണറിലാണ്, റിയാക്ഷൻ ടർബൈനിൽ. അപ്പൊ അത് തേർഡ് ടേം എന്ന് പറയുന്നത് ആക്സിലറേറ്റിംഗ് ഹെഡ് എന്ന രീതിയിൽ പറയാം. അപ്പൊ നമുക്ക് പറയാവുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവിടെ പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടോട്ടൽ ഹെഡ്. ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? ഓയിലർ ഹെഡ് അല്ലെ? So what we can say here is Euler head. Euler head, or we can say runner head. അതാണ് ടോട്ടൽ നമ്മുടെ 1/g VW1 U1
plus VW2 U2. The total head and oiler head or runner head is, let us say, HE or HR. This is notations use here, HE or HR, runner or oiler. This is equal to sum of three heads. Dynamic head, let us say HD, plus centrifugal head, plus accelerating head. With the dynamic head, so dynamic head is V1 square minus V2 square by 2G. Then HC is centrifugal head. Centrifugal head, that is U1 square minus U2 square by 2G. And third is accelerating head, which is VR2 square minus VR1 square by 2G. We expression finally what we have obtained here, 1 by G VW1 U1 plus or minus VW2 U2 is sum of these three terms. Okay. So the slide, you can read it later. Now let us move on to the degree of reaction. Already definition and carrying degree of reaction. What do you mean by degree of reaction? What is degree of reaction? Come on. What is degree of reaction? At least അത് വായിക്കെങ്കിലും ചെയ്യുമായിരിക്കും. Sabil Shahjahan. Salman. കേൾക്കാം സാർ. എന്താ സൽമാൻ പറയൂ. Change of pressure energy inside the runner per unit weight by total energy change inside the runner. എന്ന് വെച്ചാൽ already കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, ഇതിന്റെ ഡെഫിനേഷൻസ് കുറേ തവണ പറഞ്ഞു. Degree of reaction is the total energy change is actually due to the, നമ്മൾ കണ്ടു എന്താണ്, ഇമ്പൾസ് എഫക്ട് ഉണ്ട്, സെൻട്രിഫ്യൂഗൽ എഫക്ട് പറഞ്ഞു, പിന്നെ റണ്ണറിലുള്ള റണ്ണറിന്റെ പ്രഷർ എന്താണ് റിയാക്ഷൻ പ്രഷർ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് ടോട്ടൽ എനർജി ചേഞ്ചിൽ എത്ര പ്രൊപ്പോർഷൻ ആണ് പ്രഷർ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ടേം യു ക്യാൻ ഡിഫൈൻ ലൈക്ക് ദിസ്: ചേഞ്ച് ഓഫ് എനർജി, pressure energy inside the runner per unit weight to the total energy change per unit weight. Unit weight in the terms will define like total energy. Unit weight alone total energy change due to pressure variation by total energy change. So that expression R is, you can write like this: R pressure energy change is pressure head P1 by rho G. So this is P1 by rho G minus P2 by rho G. With the pressure head, pressure expression P equal to rho G. We have studied it in fluid mechanics. So in terms of meters of water, meters, what you do is P by rho G. So P1 by rho G minus P2 by rho G inlet lane, exit lane, pressure head in the difference. So this divided by the total energy is already expression oiler head. So that is VW1 U1 plus VW2 U2 by G. So this is degree of reaction. Now let us substitute these terms. Equation substitutions നമുക്ക് നോക്കാം. Substitutions എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഇക്വേഷൻ നോക്കുക. Is the energy, I have written the energy balance in the runner. So this expression from Bernoulli's equation ആണ്. Actually it denote the energy balance in the runner of the transistor band runner. So energy balance runner le varayumbo endana ee left hand side ennu parayna total energy is the total energy of the fluid at inlet. Total fluid energy at inlet.
ഇൻലെറ്റിലെ ടോട്ടൽ ഫ്ലൂയിഡ് എനർജി, അതായത് പ്രഷർ എനർജി പ്ലസ് നിങ്ങൾ പഠിച്ചതാണ് പ്രഷർ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. So this is the total energy at the inlet of the turbine blade runner, and that is equal to total energy at the exit. So ഇത് total energy at total fluid energy, അത് ലീവ് ചെയ്യുന്ന ഫ്ലൂയിഡിലുള്ള ടോട്ടൽ എനർജി എന്താണോ കൺവേർട്ട് ചെയ്തതിനു ശേഷം ബാക്കി ആ ഫ്ലൂയിഡിലുള്ളത്, അത് ടോട്ടൽ ഫ്ലൂയിഡ് എനർജി അറ്റ് എക്സിറ്റ് പ്ലസ് എന്തായിരിക്കും എത്ര എനർജിയാണ് കൺവേർട്ടഡ് ആയത്. സോ ദിസ് ഈസ് ദ എനർജി കൺവേർട്ടഡ് ടു ദ സോ ദിസ് ഈസ് എനർജി കൺവേർട്ടഡ് or energy transferred. So the energy balance equation is pressure, total energy, total fluid energy at inlet of turbine blade equal to total fluid energy at exit plus the energy that is converted into useful form. അപ്പോൾ ഇവിടെ ഈ എക്സ്പ്രഷനിൽ നമുക്ക് ഒരു സിംപ്ലിഫിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, let us assume that Z1 and Z2 are equal. എന്ന് വെച്ചാൽ ഇത് 1 and 2 എന്ന് പറയുന്നത് ടർബൈനിന്റെ റണ്ണറിന്റെ അകത്തെ ബ്ലേഡിന്റെ ഇൻലെറ്റിലെ എക്സിറ്റ് ടിപ്പ് തമ്മിലുള്ള ഇലവേഷൻ ഡിഫറൻസ്. അത് കമ്പാരിറ്റീവ്ലി compared to other dimensions they are negligible. So we can say Z1 and Z2 elevation difference എന്ന് പറയുന്നത് neglect ചെയ്യാം. So you can cancel that Z1 Z2 and finally get this term. ഇതാണ് നമുക്ക് വേണ്ടത്. ആ ആറിന്റെ ഇക്വേഷനിലെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് പ്രഷർ ഹെഡ് ഡിഫറൻസ് ആണ്. That pressure head difference is P1 by rho g minus P2 by rho g. So that we can rewrite like this. ഇവിടെ ഇതിന്റെ സെക്കൻഡ് ബ്രാക്കറ്റിലുള്ള ടേം RHSലുള്ള സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്താണ്? ഓയിലർ ഹെഡാ. ഈ ഓയിലർ ഹെഡിന് കുറച്ച് മുമ്പ് നമ്മൾ അതിന്റെ അൾട്ടർനേറ്റീവ് എക്സ്പ്രഷൻ പറഞ്ഞായിരുന്നു. അൾട്ടർനേറ്റീവ് എക്സ്പ്രഷൻ ആണ് ഈ ഇവിടെ താഴോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. സോ ദിസ് ഈസ് ദാറ്റ് അൾട്ടർനേറ്റീവ് എക്സ്പ്രഷൻ വാട്ട് യു derived just now. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ രണ്ട് ടേം നോക്കുക. ഇവിടെ V1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ ബൈ 2g ആണ്. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷെ തിരിച്ചിട്ടേക്കുന്നുള്ളൂ V2 സ്ക്വയർ മൈനസ് V. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്ത് പോകും. ടേം വിൽ ഗെറ്റ് ക്യാൻസൽഡ് ആൻഡ് ഫൈനലി വാട്ട് യു ഹാവ് ഈസ് P1 മൈനസ് P2 പ്രഷർ ഹെഡ് OG equal to sum of accelerating head and centrifugal head. അതിന്റെ ന്യൂമറേറ്ററിലെ പ്രഷർ ഹെഡ് ഡിഫറൻസ് എന്ന് പറയുന്നത്, റണ്ണറിന്റെ അകത്ത് പ്രഷർ ചേഞ്ച് എന്ന് പറയുന്നത് ഇത് രണ്ടും കോസ് ചെയ്യുന്നുണ്ട്. ആക്സലറേറ്റിംഗ് എഫക്റ്റും ഉണ്ട്, സെൻട്രിഫ്യൂഗൽ എഫക്റ്റും വരുന്നുണ്ട് അതിനകത്ത്. Okay. Now you can substitute in your equation for degree of reaction. Degree of reaction നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ, അതായത് P1 by rho g minus P2 by rho g ക്ക് പകരം you can substitute this equation what you just now obtain divided by total energy. Total energy change already പറഞ്ഞു എന്താണ്? ഓയിലർ ഹെഡ് ആണ്. So that is this is oiler head. So that you can cancel this 2g common term, you can cancel out and get one expression like this, R equal to ഇതിൽ ഏത് ഇക്വേഷൻ ആണോ ഏറ്റവും സിമ്പിൾ അത് ആ ഇക്വേഷൻ ഓർത്തിരിക്കുക നിങ്ങൾ. So this is one expression what you get for degree of reaction. R equal to U1 square minus U2 square plus VR2 square minus VR1 square by the. ഇനി അത് ഒന്നുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് എഴുതാനായിട്ട് ഇവിടെ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഇതിന്റെ കൂടെ ഈ ന്യൂമറേറ്ററിൽ I have added one term V1 square minus V2 square എന്നുള്ള ടേം ഇവിടെ ആഡ് ചെയ്തു, ഇവിടെ സബ്സ്ട്രാക്റ്റും ചെയ്തു. ഇവിടെ നോക്കുക, ഇത് മൈനസ് ചെയ്തു, ഇവിടെ ഈ ടേമിന്റെ കൂടെ ആഡ് ചെയ്തു. സോ ദാറ്റ് ദ നെറ്റ് എഫക്ട് ഈസ് 0. അല്ല, ആ ടേം ഇല്ല, നെറ്റ് എഫക്ട് ആക്കി. അങ്ങനെ ആക്കുമ്പോൾ ഇത്രയും ടേം കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് അത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണ്. സോ ദാറ്റ് റേഷ്യോ ഈസ് നൗ 1. So this much, this divided by denominator, so that is turns to be 1, and the remaining is V1 square minus V2 square by the remaining. So this is another expression for degree of reaction. The second expression for the degree of reaction. Okay. ഈ ഇക്വേഷൻസ് ഡെറിവേഷൻ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിനോ ഫൈനൽ എക്സാമിന് ചോദിക്കാം. ഡിറൈവ് ദി റിലേഷൻ ഫോർ ഡിഗ്രി ഓഫ് റിയാക്ഷൻ. സോ യു ഷുഡ് ബി ഏബിൾ ടു നോ ഹൗ you can derive or how you obtain such relation. അപ്പോൾ ഏത് ഫോമിലുള്ള ഇക്വേഷൻ ആണ് ഫൈനൽ എക്സ്പ്രഷൻ ആയിട്ട് ചോദിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് എല്ലാ ഇക്വേഷൻസ് ഇവിടെ പറയുന്നത്. ഓക്കെ, നൗ ലെറ്റ് us
consider a few cases, or simplified cases of the this degree of reaction equation, and one particular case is for Pelton turbine. Pelton turbine നമ്മൾ already പറഞ്ഞു കഴിഞ്ഞു എന്താണ് degree of reaction 0 ആണ്. അതെങ്ങനെയാ 0 എന്ന് പറയുന്നത്? ഇവിടെ equation നോക്കുക. Equationൽ what we have is for Pelton turbine, these two relations you always, I think you will be remembering it. U1 and U2 peripheral speed same ആണ്. U1 U2 difference illa because both the inlet and exit tip are at the same distance from the axis. So U1 U2 same ആണ്. Then relative velocity they are also same. VR1 VR2 no difference. So that makes what? That makes what? Equation നോക്കുമ്പോൾ ഇവിടെ ഇതില്ല ഇത് രണ്ടും 0 ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ ബാലൻസ് വരുന്നത്? 1 minus V1 square minus V2 square by, so this term get cancelled, so that 1 minus 1 equal to 0. So degree of reaction Pelton turbine കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ it is an impulse turbine, so we have the degree of reaction value R as 0. Now let us consider the second case, what we considered today when we consider that velocity diagram, which is the case for the radial discharge case. So radial discharge വരുന്ന കേസിലാണെന്നുണ്ടെങ്കിൽ എന്താ പ്രത്യേകത? Radial discharge ആണ് വരുന്നെങ്കിൽ you know beta is 90 for radial discharge. When beta is 90, you have this exit velocity triangle as a എന്താണ് അതിന്റെ ഷേപ്പ് ആണ് ഒരു rectangle triangle ആയി. So that is V2 and VF2 are equal. So this is VW2 0 ആണ്. V2 same as VF2. Then another important relation is for reaction turbines, for the Francis turbine, reaction turbine, there is no change in flow component. VF1, VF2 എന്ന് പറയുന്നത് ഇതൊന്നും fluid flow component ഒരിക്കലും പവറിന്റെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. കാരണം പവർ കോൺട്രിബ്യൂഷൻ വരുന്നത് ടാൻജൻഷ്യൽ കമ്പോണന്റ് ആണ്. ഇപ്പോൾ ടാൻജൻഷ്യൽ കമ്പോണന്റ് പവർ ജനറേഷൻ വരുന്നതുകൊണ്ട് ടാൻജൻഷ്യൽ വെലോസിറ്റി കമ്പോണന്റ് എക്സിറ്റ് വരുമ്പോൾ കുറെ അത്ര എനർജി എക്സ്ട്രാക്ഷൻ വരും. But this flow velocity component remains the same. So there is no change in the flow velocity component, so that VF1 and VF2 are equal. So in these two exit lane, inlet lane velocity, they are equal. And now we can substitute the ഇതാണ് നമ്മുടെ വർക്ക് ഡൺ പെർ സെക്കൻഡ് ഇക്വേഷൻ. ഇതിന് ഇക്വേഷനിൽ നമുക്ക് ഡിഗ്രി ഓഫ് റിയാക്ഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നതാണ് 1 minus V1 square minus final expression കിട്ടി V1 square minus V2 square by 1 by G VW1 U1 plus VW2 U2. ഇത് തന്നെ ഈ ഇക്വേഷൻ തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ ഫൈനലി ഇത് കിട്ടിയ ഇക്വേഷൻ തന്നെയാണ് ഈ ഇക്വേഷൻ തന്നെയാണ് ഏറ്റവും അവസാനം എഴുതി. ഈ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഇതാണ് ഇത് ഇവിടുന്ന് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇത് ഇസ് ആൾസോ ഈക്വൽ ടു നമ്മൾ ഇത് തുടങ്ങിയത് 1 by G VW1 U1 plus VW2 U2. അതവിടെ തിരിച്ച് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അതിൽ ഈ ഒരു കേസിലാണെങ്കിൽ ബീറ്റ 90 വരുന്ന കേസിൽ VW2 0 ആണ്. സോ ദാറ്റ് സിംപ്ലിഫൈഡ് ടു Euler head is simplified to 1 by G VW1 into U1. ഇനി അത് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇവിടെ നോക്കുക V1 square minus V2 square എന്ന് പറയുന്നത് ഈ ഇക്വേഷൻസ് അവിടെ നിന്ന് കിട്ടുന്നത് നോക്കിയാൽ ഈ വെലോസിറ്റി ട്രയാങ്കിൾസ് ആണ്. നമുക്ക് ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ ഇവിടെ വരയ്ക്കുവാണെങ്കിൽ ഇഫ് യു ഡ്രോ ദിസ് ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ വി ഹാവ് ദിസ് V1, ഇത് VF1 and this is alpha. Here you have alpha. So if you take sin alpha sin alpha will be VF1 by V1 or V1 എന്ന് പറയുന്നത് എന്തായിരിക്കും? VF1 by sin alpha. So VF1 by sin alpha is VF1 cosec alpha. അതാണ് ഇവിടെ ഇട്ടേക്കുന്നത്. V1 സ്ക്വയർ പകരം VF1 cosec alpha സ്ക്വയർ മൈനസ് V2 എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. V2 എക്സിറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ ബീറ്റ 90 വരുന്ന കേസിൽ V2 is VF2. So substituted for VF2 square. Then second relation VF2 is same as VF1. അപ്പോൾ ഈ VF2 ന് പകരം VF1 substitute ചെയ്തു. Then VF1 here it is common. So I can take outside. So finally V1 square minus V2 square is VF1 square into cosec square alpha minus 1. ഈ cosec square alpha minus 1 denominator relation എന്താണ്? So this is cot square alpha.
So we have this V1 square minus V2 square as equal to Vf1 square cot alpha. Cot square alpha. So that's the equation I. രണ്ടാമത്തെ ഇക്വേഷൻ ഇവിടെ നോക്കുക. ഈ ഇക്വേഷനിൽ ഒരു 2 മിനിറ്റ് 2-3 മിനിറ്റ് കൂടെ എക്സ്ട്രാ എടുക്കും ഞാൻ. So that we can complete this Francis turbine topic. So 1 by G VW1 U1 അല്ലേ. Again you can substitute for this VW1 and U1. ആ ട്രയാങ്കിളിൽ നിന്ന് തന്നെ എടുക്കുക. ഇവിടെ നോക്കുമ്പോൾ ഈ ഫൈനൽ ഈ VW1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് this much is VW1. So that VW1 is V1 cos alpha. So V1 cos alpha. I think the tan alpha എടുക്കുക. Tan alpha എടുത്തു കഴിഞ്ഞാൽ tan alpha will be equal to Vf1 by VW1, or VW1 will be Vf1 by cot alpha, tan alpha, that is Vf1 cot alpha. So അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. Vf1 cot alpha VW1. Then U1 will be ഈ ട്രയാങ്കിളിലെ വേറൊരു ഇത് കൂടി വരുന്നുണ്ട്. ഇവിടെ ഒരു VR1 വെക്ടർ വരുന്നുണ്ട്. So that this angle is theta. Up to here you have U1. So U1 will be this total VW1 minus this distance. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇവിടെ നോക്കുക. Vf1 cot alpha. Vf1 cot alpha എന്ന് പറയുന്നത് VW. So this is VW1 minus this distance. ഈ ചെറിയ ട്രയാങ്കിളിൽ നിന്ന് tan theta എടുത്ത tan എടുത്താൽ എന്ത് കിട്ടും? Tan theta will be Vf1 by that distance. Let this be ഈ ഡിസ്റ്റൻസ് x എന്ന് വെക്കാം. ഇത് x ആണെങ്കിൽ x. So this x will be Vf1 cot theta. So that is what I put Vf1 cot theta. So that U1 എന്ന് പറയുന്നത് Vf1 cot alpha minus Vf1 cot theta. So Vf1 again common, you can take outside. So U1 will be 1 by 2 Vf1, Vf1 into cot alpha minus cot theta. So that ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ so what you have is now 1 by G VW1 U1 will be 1 by G into Vf1 square cot alpha minus cot theta. You now substitute this equation here. So 1 minus R equal to 1 minus V1 square minus V2 square already നമ്മൾ കണ്ടിട്ടുണ്ട്. Vf1 square by cot square alpha divided by രണ്ടാമത്തെ ഇക്വേഷൻ ഇപ്പോൾ കിട്ടിയത് 1 by G into substitute ചെയ്ത് കഴിഞ്ഞാൽ finally what you get is R equal to. So this is the simplified equation for degree of reaction when beta equal to 90. Radial discharge വരുന്ന കേസിൽ ഈ ഒരു എക്സ്പ്രഷൻ എടുത്തിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം ഡിഗ്രി ഓഫ് റിയാക്ഷൻ കാണാനായിട്ട്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ദി ഡിഗ്രി ഓഫ് റിയാക്ഷൻ is. ഇനി ഒരു സ്ലൈഡ് കൂടി ഉള്ളൂ, അതുകൂടി പറഞ്ഞിട്ട് അത് നിർത്താം. See the working proportions. നമ്മൾ Pelton turbine കേസിൽ when we discuss the Pelton turbine, when you want to design the Pelton turbine runner, there are certain working proportions. അതിന്റെ ഡയമെൻഷൻ റേഷ്യോസ് കുറെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സിമിലർ അതിന്റെ വെലോസിറ്റി കോഎഫിഷ്യന്റ് അങ്ങനെയുള്ള കുറച്ച് ടേംസ് സിമിലർ ടു that case. In the case of Francis turbine also you can have some working proportions defined. So you can note down. First one is ratio of the width to diameter. റണ്ണറിന്റെ ബ്ലേഡ് റണ്ണറിന്റെ ഇൻലെറ്റിലെ വിട്ടും എക്സിറ്റിലെ അതിന്റെ ഡയമീറ്റർ വീൽ ഡയമീറ്റർ നമ്മൾ റേഷ്യോ വിഡ്ത്ത് ഓഫ് ദി റണ്ണർ ബ്ലേഡ് അറ്റ് ഇൻലെറ്റ് ടു ദ വിഡ്ത്ത് ഓഫ് ദ വീൽ, diameter of the wheel at the inlet. So B1 by D1. ഈ റേഷ്യോ, അപ്പൊ ഇങ്ങനെ റേഷ്യോ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതുപോലത്തെ റേഷ്യോ സ്പെസിഫൈ ചെയ്യും. So this is that B1 by D1 എന്ന് പറയുന്നത് width of the runner at inlet to the diameter of the runner at the inlet. അപ്പൊ അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ you can have this value. I can assume this value between 0.1 and 0.4. This problem ചെയ്യുമ്പോൾ most of the time the value
will be given. If it is not specified, you assume a value in this range. Similarly, the flow ratio. നമ്മുടെ വെലോസിറ്റി ഫ്ലോ വെലോസിറ്റി നമുക്ക് തന്നിട്ടില്ല, ഹെഡൊക്കെയാണ് തന്നിട്ടുണ്ടെങ്കിൽ ഫ്ലോ വെലോസിറ്റി കോഎഫിഷ്യന്റ് ക്വസ്റ്റ്യനിൽ പറയും. തന്നിട്ടില്ലെങ്കിൽ ഇൻലെറ്റിലെ ഫ്ലോ വെലോസിറ്റി കോഎഫിഷ്യന്റ് കാണാനായിട്ട് KF will be VF1 by root of 2GH. H എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, ഹെഡ് ഓഫ് ദ ടർബൈൻ. അത് തന്നിട്ടില്ലെങ്കിൽ you can assume the value between 0.15 and 0.3. Then speed ratio that we have defined for Pelton turbine also. Speed ratio KS is U by root 2GH relation. ഈ relation യൂസ് ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ യുടെ റിലേഷൻ നിങ്ങൾക്ക് അറിയാം, pi dn by 60 വെച്ചിട്ട് ചെയ്യും. അപ്പോൾ അത് രണ്ടും ചില സമയത്ത് ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കമ്പൈൻ ചെയ്താലേ എല്ലാ പാരാമീറ്റർ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. So KS will be U by root 2GH. The value you can assume between 0.6 and 0.9. So this is the some working proportions for the turbine. And one more equation you can note down: the discharge. Define the discharge of the turbine. Turbine discharge കാണാനായിട്ട് Q, the discharge you can flow area into velocity. Flow area എന്ന് പറയുന്നത് അതിന്റെ പെരിമീറ്റർ pi d1 b1. പെരിമീറ്റർ എന്ന് പറയുന്നത് ഈ പെരിമീറ്ററും b1 എന്ന് പറയുന്നത് അതിന്റെ വിഡ്ത്തും ആണെങ്കിൽ that into pf1 or with inlet area. This is the discharge using inlet area, or is also equal to pi d2 b2 into vf2. ഈ രണ്ട് റിലേഷനും യൂസ് ചെയ്യാം. ഒന്നുകിൽ ഏത് ഏരിയ ആണ് ഇൻലെറ്റിലെ ഫ്ലോ, ഇത് എന്ന് പറയുന്ന ഫ്ലോ ഏരിയ pi d2 b2 is the flow area at exit and pi d1 b1 is flow area at inlet. So ഇൻലെറ്റിലെ ഫ്ലോ ഏരിയ ആണെങ്കിൽ ഇൻലെറ്റിലെ ഫ്ലോ വെലോസിറ്റി എടുക്കുക, എക്സിറ്റിലെ ഫ്ലോ ഏരിയ ആണെങ്കിൽ എക്സിറ്റിലെ ഫ്ലോ വെലോസിറ്റി എടുക്കുക. ഈ ഇക്വേഷനിലെ ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ദിസ് ഇക്വേഷൻ ഈസ് ഫോം വിത്തൗട്ട് കൺസിഡർ. നമ്മൾ ഒരു റണ്ണറിന്റെ കേസിൽ when we have a runner here, when we take the perimeter എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ ഡയമീറ്റർ എന്താണോ that into pi, ഈ ഫുൾ ലെങ്ത് എടുക്കും. പക്ഷെ നമ്മൾ നോർമലി ഇവിടെ എന്താ പ്രശ്നം എന്ന് പറയുന്നത്, വെയിൻസ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ വെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വെയിൻ വരുന്നിടത്ത് ഒരു ഏരിയ ഉണ്ടല്ലോ, അതിന്റെ തിക്നെസ് എന്താ, അത് അത്രയും ഏരിയ എന്ന് പറയുന്നത് ഫ്ലോ ബ്ലോക്കിംഗ് ആണ്. എന്നുവെച്ചാൽ ആ വീലിന്റെ അത്രയും ഏരിയ ഈസ് നോട്ട് അവൈലബിൾ ഫോർ ഫ്ലോ. അപ്പൊ വെയിൻസ് എത്രമാത്രം if the thickness is neglected, if you are asked to neglect the thickness of these veins, then this equation നമ്മളിപ്പോ പറഞ്ഞ ഇക്വേഷൻ അത് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അത് pi d1 b1 into vf1 or pi d2 b2 into vf2 എടുത്തു കഴിഞ്ഞാൽ മതി. Otherwise, if the thickness is significant, then we have to take into account that. ഇവിടെ നോക്കുക, ഇവിടെ എടുക്കുമ്പോൾ അത്രയും ലെങ്ത് നമ്മൾ പെരിമീറ്ററിൽ കുറയ്ക്കണം. അതായത് ഇപ്പൊ n നമ്പർ ഓഫ് വെയിൻസ് ഉണ്ടെങ്കിൽ n into t ആയിരിക്കും ടോട്ടൽ തിക്നെസ് എന്ന് പറയുന്നത്. If there are n number of veins fixed on the wheel, nt is the total thickness. അപ്പോൾ ടോട്ടൽ പെരിമീറ്റർ ലെങ്ത് അവൈലബിൾ എന്ന് പറയുന്നത് pi d1 minus nt into b1 vf1. This is the area. So this equation, or either exit ആണ് എടുക്കുന്നെങ്കിൽ pi d2 minus nt into b2. അപ്പൊ എത്രത്തോളം ഇത് വരുന്നുണ്ട് ആ ഏരിയ പെരിമീറ്റർ അത്രയും ലെങ്ത് അതിന്റെ തിക്നെസ് ആയിട്ട് ടോട്ടൽ ലെങ്ത് നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം. So pi d2 minus nt into b2. So flow area reduces if we consider the thickness of the vein into consideration. Okay. With the second equation, we രണ്ട് equations ഓർത്ത് വെക്കുക. Then this also you can use sometime to calculate the head of the turbine. Head of the turbine is total pressure energy, pressure head plus kinetic energy. With the യൂസ് ചെയ്തിട്ട് നമുക്ക് ചില സമയത്ത് നമുക്ക് ക്വസ്റ്റനിൽ ഹെഡ് തന്നിട്ടില്ല, പ്രഷർ വാല്യൂ വെലോസിറ്റി വരാം, അതിന് ടോട്ടൽ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ. Then other equations already I explained to you. Last ഈ പറഞ്ഞിരിക്കുന്നത് നെറ്റ് ഹെഡ് മൈനസ് v2 square by 2g. v2 square by 2g എന്ന് പറയുന്നത് ടെയിൽ റേസിലോട്ട് പോകുന്ന വാട്ടറിന്റെ എനർജിയാണ്. അത് ആക്ച്വലി നോട്ട് യൂസ്ഡ് ഇൻ ദ ടർബൈൻ. സോ ദ നെറ്റ് ഹെഡ് മൈനസ് വെലോസിറ്റി ഓഫ് ദി കൈനറ്റിക് എനർജി ഓഫ് ദി ഫ്ലൂയിഡ് leaving to the tail race, that will be the power. The equation നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. h minus v2 square by 2g, that is also equal to vw1 u1 plus or minus vw2 u2 by g. അതായത്
അതിന്റെ ടർബൈനിന്റെ പവർ ജനറേറ്റഡ് ഈസ് ഈക്വൽ ടു നെറ്റ് ഹെഡ്. ഇത് ഹെഡിന്റെ ടേംസിലാണ്. നെറ്റ് ഹെഡ് മൈനസ് ദി കൈനറ്റിക് എനർജി ഹെഡ് ലോസ്റ്റ് ടു ദി tail wings. Okay, so that's all about the Francis turbine. ഇതിലെ ഒരു സ്ലൈഡിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് യു ക്യാൻ ഇസ് ദ കമ്പാരിസൺ ബിറ്റ്വീൻ പെൽറ്റൺ ആൻഡ് പെൽറ്റൺ. കുറെ പോയിന്റ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് പുതുതായിട്ട് ഇവിടെ പറയാനൊന്നുമില്ല. രണ്ട് ടർബൈൻസ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ കൊടുത്തിട്ടുണ്ടേ ഉള്ളൂ. റിയാക്ഷൻ ടർബൈൻ ആണോ, ഇമ്പൾസ് ടർബൈൻ ആണ്, പെൽറ്റൺ ടർബൈൻ ഇസ് എ ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ, അതർ വൺ ഇസ് എ റേഡിയൽ ഫ്ലോ. അങ്ങനെയുള്ള കുറെ കമ്പാരിസൺ പോയിന്റ്സ് ഉണ്ട്. അത് ഇൻ കേസ് ഇഫ് ഇറ്റ് ഈസ് ആസ്ക്ഡ് ടു കമ്പയർ ദ ടു ടൈപ്പ് ഓഫ് ടർബൈൻ, യു ക്യാൻ ലിസ്റ്റ് ഔട്ട് ദീസ് കമ്പാരിസൺ പോയിന്റ്സ്. ക്വസ്റ്റ്യൻ ഒക്കെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ, so you go through this also. So with that I am stopping. If you have any doubt you can ask, otherwise we can leave. Okay. Okay then. Thank you very much.